ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാറിൽ സബ് വൂഫർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ സബ് വൂഫർ ഒന്ന് പരിചയപ്പെടാം. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് മെയ്ഡ് എന്ന് വെച്ചാൽ കത്തിപ്പോയ ഒരു പഴയ മാഗ്നറ്റ്സിൻ്റെ ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാഗ്നറ്റ് ഇവിടെ മാഗ്നറ്റിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് കണ്ണൂരുള്ള ഡെന്നിസ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ പേപ്പറും കോയിലും എല്ലാം മാറി ചെയ്തതാണ്. ആൾ തന്നെ ചുറ്റിയെടുക്കുന്ന കോയിലാണ്. അതുപോലെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന സ്പൈഡർ ആണെങ്കിൽ ഡബിൾ സ്പൈഡറാണ്. 2 സ്പൈഡർ ഒട്ടിച്ചെടുത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് 6 ohmസിലാണ് വൈൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ റീകോയിൽ റീവൈൻഡ് ഒക്കെ ചെയ്യണമെങ്കിൽ ആളെ സമീപിക്കുക. ആളുടെ കോൺടാക്ട് നമ്പർ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോയിൽ വരുന്നത്. 4 ലെയർ കോയിലാണ്, 2 ഇഞ്ച് കോയിൽ. ഇത് നല്ല രീതിയിൽ ചുറ്റിയെടുത്ത് ചെയ്തേക്കാണ്. ആൾ തന്നെ ചുറ്റുന്നതാണ്, അല്ലാതെ പുറത്തുനിന്ന് മേടിച്ചിടുന്നതല്ല. നമ്മൾ പറയണ ഓംസിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വർക്കിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളി പുതുതായിട്ട് സ്പീക്കറുകൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പീക്കറുകൾ റീകോയിലോ റീവൈൻഡോ ചെയ്യാനുണ്ടെങ്കിലോ നമുക്ക് പുള്ളിയെ സമീപിക്കാവുന്നതാണ്. ഏതാണ്ട് സെയിം ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് കത്തിപ്പോയ സോണിയുടെയോ ഒക്കെ ഹൈഫൈ സ്പീക്കർ കാര്യങ്ങളൊക്കെ റീകോയിൽ ചെയ്യാനും എല്ലാം നമുക്ക് സമീപിക്കാവുന്നതാണ്. ഈ സബിൻ്റെ TS പാരാമീറ്റേഴ്സ് ഒന്നും അവൈലബിൾ അല്ല എന്ന് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോ സ്പീക്കറും ആൾ തന്നെയാണ് ചെയ്യുക. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും TS പാരാമീറ്റേഴ്സൂടെ അളക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടില്ല. പുള്ളി ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, വേറെ ജോലിക്കാരോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു സാധനം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. TS പാരാമീറ്റേഴ്സ് വേണമെന്നുള്ളവർക്ക് സ്വന്തമായിട്ട് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട്. നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു PCയും മൈക്കും അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നുള്ളത് നമ്മുടെ വേൾടെക്കിൻ്റെ ആംപ്ലിഫയറാണ്. ഇത് 2022 സീരീസാണ്. അതായത് ഇതൊരു 2 വർഷം പഴക്കം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയതാണ്. ഓൾഡ് സ്റ്റോക്ക് ആണ്. ഓൾഡ് സ്റ്റോക്ക് എന്നുകൊണ്ട് വർക്കിങ്ങിൽ കുഴപ്പമൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ മേടിച്ചു. ഇങ്ങനെയാണ് ഇത് വരിക. ഇത് പുറത്തെടുത്തിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. ഇപ്പോൾ എൻ്റെ കൈ ഫ്രീ അല്ല അത് അൺബോക്സ് ചെയ്യാനായിട്ട്. പിന്നെ വേൾടെക്കിൻ്റെ തന്നെ ഒരു വയറിംഗ് കിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഗ്രീൻ സീരീസ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യണ ആമ്പ്. ഇത് 2 ചാനൽ മോസ്ഫെറ്റ് പവർ ആംപ്ലിഫയറാണ്. വേൾടെക് എന്ന ബ്രാൻഡിൻ്റെ V18 മോഡൽ. V18 മോഡൽ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്. വേൾടെക്കിൻ്റെത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറ്റ് സിങ്ക് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഹീറ്റ് സിങ്ക് ഒക്കെയാണ്. 2 സൈഡിലും ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന കൺട്രോൾസ് എന്ന് വെച്ചാൽ ഹൈ പാസ് ഫിൽറ്റർ, പിന്നെ ക്രോസ് ഓവർ ഉണ്ട്, HPF LPF ഫുൾ റേഞ്ച് അതിനാണ് സെറ്റ് ചെയ്യുക. പിന്നെ LPFൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് മുതൽ 250 ഹെർട്സ് വരെ. പിന്നെ ഓഡിയോ ഇൻപുട്ടുണ്ട്, ഒരു ഓഡിയോ ഔട്ടുണ്ട്, ഗെയിൻ കൺട്രോൾ ഉണ്ട്, ബാസ് ബൂസ്റ്റ് ഉണ്ട്. 6 dB 12 dB 12 dB വരെ നമുക്ക് ബാസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പവറിൻ്റെ ഇൻഡിക്കേഷൻ, പ്രൊട്ടക്ഷൻ അതിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ മോഡിൽ പോയിട്ട് ഈ LED കത്തിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പവർ ഇൻപുട്ട് കൊടുക്കാനുള്ള സോക്കറ്റുകൾ. ഇപ്പുറ സൈഡിൽ വരുമ്പോൾ ഇതൊക്കെയാണുള്ളത്: പവർ, ഗ്രൗണ്ട്, റിമോട്ട് വയർ +12, പിന്നെ ഫ്യൂസ്, സ്പീക്കർ ഔട്ട്പുട്ട്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ബ്രിഡ്ജായിട്ടാണെങ്കിൽ ഈ പോസിറ്റീവും ഇതിൻ്റെ ഈ നെഗറ്റീവാണ് നമ്മൾ എടുക്കേണ്ടത് ബ്രിഡ്ജാണെങ്കിൽ. ഇത്രയൊക്കെയാണ് വരുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ ഇവർ പറയുന്നത് 4 ohmസിൽ 55 വാട്ട് 2 ചാനൽ ഔട്ട്പുട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് സോണിയുടെയും 2 ചാനൽ ആമ്പ് വരിക. അത് 60-65 വാട്ട്സ് ഉണ്ടാവും, ഇതൊരു 55 വാട്ട്സ്. അപ്പോൾ അത്രയും ഒരു 10 വാട്ട്സിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. പക്ഷേ വിലയിൽ തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇത് ശരിക്കും ബ്രിഡ്ജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ 3 ഇരട്ടി വാട്ട്സ് കിട്ടുമെന്നാണ് തിയറി പ്രകാരം പറയാറുള്ളത്.
നമ്മൾ ഈ സബ് ചെയ്തേക്കുന്നത് 200 വാട്ട്സ് ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിലാണ് റീവൈൻഡ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഇത് എന്തായാലും ധാരാളമായിരിക്കും. മാത്രമല്ല കാറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ പവർ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ സ്പേസല്ലേ കാറിനുള്ളിൽ വരുന്നുള്ളൂ. നമുക്ക് ഇത് ധാരാളം ആയിരിക്കും വീട്ടിൽ കാറിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ. ഇതിൻ്റെ ബോക്സിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ബോക്സ് വരണത് ഇത് നമ്മൾ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് മേടിച്ച ബോക്സാണ്. അതിനകത്ത് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, പെയിൻറ്റ് പൂപ്പലോ കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാൻ. ഇതിനകത്തൊരു ഡാമ്പിങ് മെറ്റീരിയൽ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇഞ്ച് കനമുള്ള മെറ്റീരിയലാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ പോർട്ട്, ഇത് എയറോ പോർട്ട് നമുക്ക് മേടിക്കാൻ കിട്ടിയില്ല, അതുകൊണ്ട് 2 പോർട്ടിനെ കട്ട് ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു എയറോ ഷേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പോർട്ട് നോയ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. ശരിക്കും ഈ ബോക്സ് വന്നതെന്ന് വെച്ചാൽ സീൽഡ് ബോക്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ പോർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അത്ര ഒരു നല്ല പെർഫോമൻസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം വരുത്തിയത്. ഇപ്പോൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 40 ഹെർട്സ് ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബോക്സിൻ്റെ ട്യൂണിങ് ഫ്രീക്വൻസി 40 ഹെർട്സ് ആണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 1 ക്യൂബിക് ഫീറ്റ് ആണ് ഇൻറ്റേർണൽ വോളിയം വരിക. അതായത് JBLൻ്റെ ഒക്കെ സബിൽ പറയണ ആ ഒരു സീൽഡ് എൻക്ലോഷറിൻ്റെ സൈസ് ആണ് ഈ ബോക്സ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് വലിയൊരു ബെറ്റർ പെർഫോമൻസ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഈ മാറ്റം വരുത്തിയതാണ്. 3/4 ഇഞ്ച് MDF-ലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബോക്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ അതിനുശേഷമുള്ള ടെസ്റ്റിംഗ് വീഡിയോയും കൂടെ ഉൾപ്പെടുത്താം. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിലോ ഒക്കെ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒരുപാട് ലെങ്ത് ആയിപ്പോൾ വീഡിയോ, അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമ്മൾ സബ് വൂഫർ ഇതിൻ്റെ ഡിക്കിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിസയറാണ് കാറ്. സബ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ്. ഞാൻ നിങ്ങൾ തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സബ് ആഡ് ചെയ്തിട്ടുണ്ട്. വയറിങ് കിറ്റും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇതിനകത്തോട്ട് തന്നെ വലിച്ച് അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനിയൊരു ഓഡിയോ നിങ്ങൾക്ക് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു. ഒരു കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഇട്ട് നോക്കാം. ഇപ്പോൾ കാറിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഡോർ സ്പീക്കേഴ്സും പിന്നെ നമ്മൾ എക്സ്ട്രാ 2 ട്വീറ്ററുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ടെക്കിൻ്റെ ട്വീറ്ററുകളാണ്, മൈലാർ ഡോം ടൈപ്പ്. അപ്പോൾ അത് 2 എണ്ണം മാത്രമേ എക്സ്ട്രാ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഫ്രീ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് സിസ്റ്റത്തിൽ കേൾക്കണത്. പിന്നെ നമുക്ക് സബ് ഒന്ന് ഓൺ ചെയ്യാം. സബിൻ്റെ ഒരു സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിയിലായിട്ട് വരും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പം സബ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മ്യൂട്ട് ചെയ്ത് ഇങ്ങനെയാണ് സബ് ഓൺ ചെയ്താൽ കാറിനകത്തുള്ള ഫീല്. ഇനി ഡിക്കി തുറന്നിട്ട് അപ്പോൾ എങ്ങനെയാണ് കേൾക്കുന്നത് നമുക്കൊന്ന് നോക്കാം.